കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്വാഗതം. നമുക്കിന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 116 സങ്കീർത്തനത്തിൽ 1 മുതലുള്ള വചനഭാഗം ചിന്തിക്കുമ്പോൾ, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളെയും കേട്ടു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഈ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, കണ്ണീരോടുള്ള ഒരു നിലവിളിയാണ് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. അതിന്റെ 12 വാക്യത്തിൽ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്തു പകരം കൊടുക്കും. സങ്കീർത്തകൻ ചോദിക്കുകയാണ്, യഹോവയായ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും. അതിന്റെ 17 വചനത്തിലേക്ക് വരുമ്പോ, ഞാൻ നിനക്ക് സ്തോത്രയാഗം അർപ്പിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്താ പകരം കൊടുക്കാനുള്ളത്? സ്തോത്രയാഗം അർപ്പിച്ച് ഞാൻ അവന് പകരം കൊടുക്കും. എബ്രായ ലേഖകൻ പറയുകയാണ്, അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണമെന്ന്. ഞാൻ എന്താണ് എൻ്റെ കർത്താവിന് പകരം കൊടുക്കേണ്ടത്? എന്നാൽ സങ്കീർത്തകൻ കണ്ണീരോടും വേദനയോടും കൂടെയാണ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് കാണുന്നത്. അതിന്റെ 2 വചനഭാഗം ഇങ്ങനെയാണ്, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഇത്രയേറെ വേദനയുടെ നടുവിൽ നിലവിളിക്കുന്ന നിലവിളിയുടെ നടുവിലാണ് കർത്താവ് അവരോട് പറയുന്നത്, നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും ഏറ്റെടുക്കുന്ന ഒരു ദൈവം ഞാനാണെന്ന് നീ അറിയണം. 5 വചനഭാഗത്ത്, യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കും, യഹോവ നിനക്ക് പകരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വേദനിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അവസ്ഥയുടെ നടുവിൽ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണീരൊപ്പുന്ന ഒരു കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്ന കർത്താവിന് നമുക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ 12 വചനത്തില്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? പകരം എന്തു കൊടുക്കും? നമ്മെ ഇത്ര നിർത്തിയില്ല ദൈവം, നമ്മളെ ഇത്ര അനുഗ്രഹിച്ചില്ലേ ദൈവം. ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ കർത്താവ് പറഞ്ഞത്, ഞാൻ നിനക്ക് സ്തോത്രയാഗം അർപ്പിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. 2 കാര്യമേ കർത്താവ് ആവശ്യപ്പെട്ടുള്ളൂ. സങ്കീർത്തകൻ വിളിച്ചു പറഞ്ഞുള്ളൂ, ഞാൻ സ്തോത്രയാഗം ചെയ്യും, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഇതാണ് പ്രിയമുള്ളവരെ ഈ പുതിയ നിയമസഭയിൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞത്. നീ നിന്റെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് എന്തിനാണ്? ഈ യാഗം അർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കരുതി വച്ചിരിക്കുന്നത് അനുഭവിക്കാൻ ഇടയാകും. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും
മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ എത്ര വലിയ നിഗൂഢമായ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഒന്ന് കൊടുക്കാമോ? ഒന്ന് ജീവിതത്തെ ഒന്ന് കർത്താവിൽ ഏൽപ്പിക്കാമോ? ഈ സങ്കീർത്തന പുസ്തകത്തിൽ എന്നോടാ സംസാരിച്ചത് കർത്താവ്. എൻ്റെ കണ്ണീരൊപ്പിയ ദൈവമാ, എനിക്ക് വേണ്ടി കരുതിയ ദൈവമാ, എന്നെ പരിപാലിച്ച ദൈവമാ. ഞാൻ അവന് വേണ്ടി എന്തു കൊടുക്കും? അതരബലം എന്ന സ്തോത്രയാഗം എപ്പോഴും ഒന്ന് സ്തുതിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നമ്മുടെ മധ്യേ കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ മാതാപിതാക്കളിൽ, ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും നിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.